നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വാർണിങ്സ് അതിന് കീഴ്പ്പെടുന്ന വ്യക്തികളായിരിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ TV-യിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഖറിയ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവിനെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന ഇസ്രായേൽ ജനം ദൈവാലയത്തിന്റെ പണി പുനരാരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എങ്കിലും അവരുടെ അയൽപ്പക്കക്കാരായ രാജ്യക്കാർ അവരുടെ ആ പണിയെ തടസ്സപ്പെടുത്തുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അടിസ്ഥാനമിട്ടതിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം ഈ പണി മുടങ്ങിക്കിടന്നു. ഈ സമയത്താണ് ഹഗായി പ്രവാചകനും സഖറിയ പ്രവാചകനും അവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച് അവരെ ധൈര്യപ്പെടുത്തി വേല പുനരാരംഭിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യം, അവിടെ ദൈവം വ്യക്തമായിട്ട് പറയുന്ന ഒരു സന്ദേശം, എങ്കിലേക്ക് മനം തിരുവൻ, ടേൺ അൺടു മീ, അല്ലേ? എങ്കിലേക്ക് തിരുവൻ, എങ്കിലേക്ക് തിരുവൻ. നോക്കൂ, ഈ ഒരു ആഹ്വാനം മനം തിരുവന്റെയും പശ്ചാത്താപത്തിൻ്റെതുമാണ്. ആത്മീക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം എന്ത് ചെയ്യുന്നറിയാം, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മീക കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് സഖറിയ പ്രവാചകൻ ജനത്തോട് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവം അവിടെ കൊടുക്കുന്ന ഒരു പ്രത്യേക വാണിംഗ് എന്തെന്നല്ലേ, അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. കാരണം പിതാക്കന്മാർ എങ്ങനെയായിരുന്നു ദൈവത്തിന്റെ ആലോചനയോട് പ്രതികരിച്ചതെന്ന് വ്യക്തമായിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 4-ാം വാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. കാരണം സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞ പല ആലോചനകളും, അതായത് അന്നത്തെ കാലത്ത് അവരോട് പറഞ്ഞ പല ആലോചനകൾ, നിങ്ങളുടെ ദുഷ്ടമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിവെന്ന് പണ്ട് അവരോട് പറഞ്ഞു. പക്ഷെ അവരോട് പറഞ്ഞിട്ടും അവർ എന്ത് ചെയ്തില്ലെന്നറിയാമോ, ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടില്ല. അവർ മനം തിരിയാതെ ഇരുന്നു. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഗൗരവമുള്ളൊരു ഭാഗമുണ്ട് എന്നല്ലേ. അവിടെ പിതാവായ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം ചോദിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? അപ്പം അന്ന് അരുളി ചെയ്ത പിതാക്കന്മാർ ദൈവത്തിന്റെ വചനം കേട്ടു, അനുസരിച്ചില്ല, അവർ കടന്നുപോയി. അവരുടെ അരുളി ചെയ്ത പ്രവാചകന്മാരും കടന്നുപോയി. എന്നാൽ തൊട്ട് താഴെ വായിക്കുന്ന വാക്യം കുറച്ചുകൂടി ഗൗരവമേറിയ വാക്യമാണ്. എന്തെന്നല്ലേ, എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാർ തുടർന്ന് പിടിച്ചില്ലയോ? അപ്പൊ എന്തൊക്കെ അരുളി ചെയ്തോ അതൊക്കെ ഈ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചു. അവസാനം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനം തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുകയും നിലവിളിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവർ പറയുന്ന ഭാഗം എങ്ങനെയാണ് എന്നല്ലേ, ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ ദൈവം എന്തരുളി ചെയ്യുന്നു അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് മനം തിരിവുണ്ടായി. അതൊരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പം എത്രയോ വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വേസ്റ്റ് ആയിപ്പോയി, അല്ലേ? അതായത് ആദ്യമേ വചനം പറയുന്ന ആ സമയത്ത് തന്നെ, അരുളപ്പാടുകൾ അറിയപ്പെടുന്ന ആ സമയത്ത് തന്നെ മനം തിരിഞ്ഞിരുന്നെങ്കിൽ അവർ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇവരോട് പറയുന്നത്, നിങ്ങൾ പിതാക്കന്മാരെ പോലെ ആകരുത്. ഇത് വളരെ ഗൗരവമായിട്ട് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് എന്തെന്നല്ലേ, പ്രവാചകനും മുൻ തലമുറകളെല്ലാം മാറിപ്പോകും, പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ഒരിക്കലും ഒരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ വചനം അത് നിത്യമായി നിൽക്കുന്നു. അതെന്നേക്കും സ്ഥിരമായും എന്നേക്കും ഗൗരവത്തോടെ നിൽക്കുന്ന ഒന്നാണ്. പൂവിതിർന്നു പോകും, പുല്ലുവാടിപ്പോകും, പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് 3-ാം വാക്യത്തിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പദം എങ്കിലേക്ക് തിരുവൻ എന്നാണ്. എന്നാൽ അടുത്ത വാക്ക് എങ്കിലേക്ക് തിരുവൻ,
അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഞാൻ നിങ്ങളിലേക്കും, അതായത് നിങ്ങളിലേക്ക് എൻ്റെ അടുക്കിലേക്ക് ആര് തിരിയുന്നുവോ അതുപോലെ നിങ്ങളിലേക്ക് ഞാൻ എന്ത് ചെയ്യും? തിരിയുമെന്ന് ദൈവം പറയുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ആകയാൽ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങൾ വിട്ട് ഓടിപ്പോകും. ദൈവത്തെങ്കിലേക്ക് തിരിവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്വത്തിലേക്ക് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഗൗരവമുള്ള ഒരു പദം ഇങ്ങനെയാണ്. ഈ രണ്ട് പദങ്ങളുണ്ട്. എന്തെന്നറിയാമോ? ഒന്ന് റെസിസ്റ്റ് എന്നാണ്. എന്താണ്? അവനോട് എതിർത്ത് നിൽക്കണം. ആരോട്? പിശാചിനോട്. രണ്ട്, അടുത്ത് വരിക. കം നിയർ അൺ ടു മീ, ഡ്രോ നിയർ അൺ ടു മീ, എന്നോട് അടുത്ത് വരണം. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാമോ? പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് മറുത്തു നിൽക്കും അല്ലേ? പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് പകരം ദൈവത്തിന്റെ വചനത്തോട് മറുത്തു നിൽക്കും. ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടതിന് പകരം പലപ്പോഴും ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സബ്മിസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഡു നോട്ട് റെസിസ്റ്റ് ദ വാർണിംഗ്സ് ആൻഡ് എക്സോർട്ടേഷൻ ഫ്രം ദ ലോർഡ്. ദൈവം അരുളി ചെയ്യുന്ന ആ വാർണിംഗ്സ് അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകൾ, അതിനോട് ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണം എന്നറിയാമോ? അതിന് സബ്മിസീവ് ആയിരിക്കുക. രണ്ട്, ഡു നോട്ട് ഈൽഡ് ടു വാട്ട് ദ ഡെവിൾ ഹാസ് ടു ഓഫർ ഫോർ us ഇൻ ദിസ് ലൈഫ്. ഈ ലോകത്തിൽ ഡെവിളിന് നമുക്ക് എന്ത് ഓഫർ ചെയ്യാനുണ്ടോ അതിന് കീഴ്പ്പെടാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് കീഴ്പ്പെടുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തോട് അടുത്ത് ചെന്ന് അവന് മുമ്പാകെ സമർപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റെപ്പ് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് 100 സ്റ്റെപ്പ് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിലേക്ക് മനം തിരിഞ്ഞ് നാം ഓരോ ചുവട് വയ്ക്കുന്തോറും അത്രമാത്രം ദൈവം നമ്മെ തൻ്റെ മാറോട് ചേർത്ത് അണച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനായി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വാർണിങ്സ്, അതിന് കീഴ്പ്പെടുന്ന വ്യക്തികളായിട്ട് തീരുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിച്ച് നിൽക്കുവാനോ ഇടയാകാതെ ദൈവത്തിന് എന്തരുളി ചെയ്യാനുണ്ടോ അതിനു മുമ്പാകെ സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും മറന്നു പോകരുത്, എങ്കിലേക്ക് തിരിയുക, ഞാൻ നെങ്കിലേക്കും തിരിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സഖറിയാ പ്രവാചകനോട് സംസാരിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് അവനിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാൻ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.